നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. കുറച്ചു കാലമായിട്ട് നമ്മൾ ചെയ്യുന്നത് ജോഗിങ് ആണ്. അമിതവണ്ണം കുറയ്ക്കാനും അതേപോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ ആ ജോഗിങ്ങിൻ്റെ ഒപ്പം നമുക്ക് അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞത് ചെറിയ വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ആണ്. അതായത് ഇതേപോലത്തെ 2 ഡമ്പൽ ഉപയോഗിച്ചിട്ടുള്ള 2 ഡമ്പൽ, രണ്ടും ഓരോ കിലോ ആണ്, 1 കിലോയേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇത്രയെങ്കിലും വേണം. ഇങ്ങനത്തെ 2 ഡമ്പൽ വാങ്ങിക്കുക. അതല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ കുപ്പി വെള്ളം, ഒരേപോലെ വെള്ളം എടുക്കുക, 2 കുപ്പി വെള്ളം എടുക്കുക. അത് പിടിക്കാൻ പറ്റിയ തരത്തിലുള്ള കുപ്പിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഏതായാലും ശരി, ഡമ്പൽ ഉപയോഗിച്ചിട്ടുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവാണ്. അത് നമ്മുടെ കൈക്ക്, അതായത് അപ്പർ ബോഡിക്കും ലോവർ ബോഡിക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആരും അത് മടി വിചാരിക്കേണ്ട. ഏതെങ്കിലും തരത്തിലൊരു വെയിറ്റ് സംഘടിപ്പിക്കുക, രണ്ടും ഒരേപോലെ ആയിരിക്കണം, അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്നോട് കുറേ പേര് ഇതുപോലെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ലോവർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഡമ്പൽ വർക്കൗട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ്, അപ്പർ ബോഡിക്കും ലോവർ ബോഡിക്കും കൂടി ചേർത്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നമ്മളിവിടെ നിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും അത് നോക്കി ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തണം. അതേപോലെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും കൂടി ചെയ്താൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഡമ്പൽ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് കുറച്ച് വാമിംഗ് അപ്പിന് ശേഷം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് വാമിംഗ് അപ്പ് ചെയ്യാം. ആ വാമിംഗ് അപ്പ് ഞാൻ കാണിച്ചു തരാം, അതേപോലെ ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ. റെഡി ആയിട്ട് നിൽക്കുക. ഇങ്ങനെ ചെയ്യുക, വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുക. അപ്പോൾ ഈ വാമിംഗ് അപ്പ് കഴിഞ്ഞ് മാത്രമേ ഡമ്പൽ എടുക്കാവൂ. ഞാൻ ചെയ്യുന്ന അത്രയും സമയം നിങ്ങളും ചെയ്യുക. ഒരു 30 സെക്കൻഡൊക്കെയാണ് മാക്സിമം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം വളരെ കൂളായിട്ട് ചെയ്യുക. ആ കൂളായിട്ട് ചെയ്യുന്നതിലാണ് എൻ്റെ കാര്യം ഇരിക്കുന്നത്, അല്ലാതെ ഒരുപാട് ബഹളം കാണിക്കുന്നതിലല്ല. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യുക. എന്നിട്ട് അത് തിരിച്ച് ചെയ്യുക. ഒരു 15 സെക്കൻഡ് മുന്നോട്ടും 15 സെക്കൻഡ് പുറകോട്ടും ചെയ്യുക. ഓക്കെ. സുഖമായിട്ട് ചെയ്യുക, കംഫർട്ടബിളായിട്ട് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക, കാലിങ്ങനെ പൊക്കുക, താഴ്ത്തുക. കണ്ടോ? കാല് കൊണ്ടുവന്ന് ആ കയ്യിൽ ടച്ച് ചെയ്യുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതാണ് വാമിംഗ് അപ്പ് എന്ന് പറയുന്നത്. ചെയ്തുകൊണ്ടേയിരിക്കുക, എന്നോടൊപ്പം ചെയ്യുക. ഓക്കെ. അടുത്തത് ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ശരീരത്തെ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടോ? വാമിംഗ് അപ്പ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് പരിക്കുകൾ കൂടാതെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ശരീരത്തിൻ്റെ യാതൊരു ഉളുക്കോ ചതവോ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ഈ കൈ ഇങ്ങനെ അരക്കട്ട് സപ്പോർട്ട് എടുത്ത് ഒരു കാലിങ്ങനെ ആട്ടുക, മുന്നോട്ടും പുറകോട്ടും. ഉണ്ടോ? ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം. ഒരു കൈ ഭിത്തിയിലോ മറ്റോ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഉണ്ടോ? അതല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. അടുത്ത കാലം ചെയ്യാം. 15 വീതം മാറി മാറി ചെയ്താൽ മതി. ഉണ്ടോ? അങ്ങനെ ചെയ്യുക. അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ഈ കാലിങ്ങനെ പുറകോട്ട് കൊണ്ടുവരണം. ഉണ്ടോ? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അടുത്ത കാല് പുറകോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആ കാൽമുട്ട് മടങ്ങുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. 2 കാലും മാറി മാറി ചെയ്യാം. ആകുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അടുത്തത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക.
അതുപോലെ ഇപ്പുറത്തേക്കും ഇങ്ങനെ മാറി മാറി ചെയ്യുക. കണ്ടോ? ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ആ സൈഡിനൊക്കെ നല്ല വലിവ് കിട്ടാൻ വേണ്ടിയാണ്, നല്ല സ്ട്രെച്ച്. ഓക്കെ. അടുത്തത് ഇങ്ങനെ നിവർന്ന് നിന്നിട്ട് ഇങ്ങനെ ഈ കാലിൽ തൊടുക, നേരെ വരിക, മറ്റേ കാലിൽ തൊടുക, നേരെ വരിക. ചെയ്യാം. കമാ. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഒരു കാലിങ്ങനെ മടക്കിയെടുക്കുക, ചേർക്കുക, മറ്റേ കാല് മടക്കുക, ചേർക്കുക. ഇങ്ങനെ ആ ഒരു ബാലൻസിങ് ആണ് ഇതെല്ലാം. ഓക്കെ. അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ഒരു കാല് പുറകോട്ട് വയ്ക്കുക, കൈ പൊക്കുക, വീണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്താൽ കൈ പൊക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം. കണ്ടോ? ഇങ്ങനെ ചെയ്യാം. ഓക്കെ. അടുത്തത് ഡമ്പൽ എടുക്കുക. ഡമ്പൽ എടുത്തിട്ടുള്ളതാണ്. ഡമ്പൽ ഇങ്ങനെ കയ്യിലെടുക്കുക. ഞാൻ ചെയ്ത് നോക്കിക്കോളണം. ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുക, കണ്ടോ? താത്തുക, ഇവിടം വരെ താത്താവുള്ളൂ. ഇതിങ്ങനെ പൊക്കുക, താഴ്ത്തുക. ഈസി അല്ലേ? 1 കിലോയിലേ ഉള്ളൂ. അപ്പർ ബോഡിക്ക് വേണ്ടിയുള്ളതാണ്. നന്നായി ചെയ്യാം. സാവധാനം ചെയ്താൽ മതി. എന്തൊക്കെ ചെയ്തിട്ടും ബോഡി വെയ്റ്റ് കുറയുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ളതാണിത്. ഡമ്പൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ കൂടാന്ന് വെച്ചാൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ പോലും ആ വർക്കൗട്ടിൻ്റെ ഗുണം കിട്ടും. അതാണ് വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഗുണം. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ. അടുത്തത് ഇങ്ങനെ ചെയ്യുക. ഡമ്പൽ ഇങ്ങനെ വെറുതെ ഇവിടം വരെ പൊക്കുക, താഴ്ത്തുക, കൈമുട്ട് ഫുൾ നിവരരുത്. ഇങ്ങനെ ചെയ്യുക. സിമ്പിളായിട്ട് ചെയ്യുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, വിടുക. ഞാൻ ചെയ്യുന്ന അത്രയും സമയം എന്നോടൊപ്പം ചെയ്യാം. ഓക്കെ. അടുത്തത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുണ്ട് ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക. ഓരോ കൈയായിട്ട് ഈ ലെവലിൽ കൊണ്ടുവരിക, താഴ്ത്തുക, ഈ ലെവലിൽ കൊണ്ടുവരിക, താഴ്ത്തുക. സിമ്പിളായിട്ട് ചെയ്തു. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോൾ ശ്വാസം എടുക്കുക, വിടുക. താഴേക്ക് വരുമ്പോൾ ശ്വാസം വിടുക. ഉണ്ടോ? ഇതാ ഷോൾഡറിനൊക്കെ നല്ല പവർ കിട്ടാൻ, ആ കയ്യിലെ മസിൽസൊക്കെ നന്നായിട്ട് വരാൻ ഏറ്റവും നല്ലതാണ്. കൈയിൻ്റെ മസിൽസ്, ആ തോളുകളിലെ മസിൽസ് ഒക്കെ ടൈറ്റാകാനായിട്ട്, നല്ല ബലം കിട്ടാൻ. അതാണ്. സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് ഇത് ചെയ്തിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ മസിൽ മാസ് കുറഞ്ഞു വരുന്നത് ഒഴിവാക്കാനായിട്ട്. ഇനി ഒരു ഡമ്പൽ എടുക്കുക.
ഒറ്റൊരു ഡമ്പൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട ഇതിങ്ങനെ കാല് ഓരോ കാലിലേക്ക് മാറി മാറിക്കൊണ്ടിരിക്കുക. കണ്ട ഇങ്ങനെ ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ഡമ്പൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കാലിങ്ങനെ പൊക്കുക 2 സൈഡിലേക്ക്. കണ്ട ഇതിങ്ങനെ താത്തി കൊടുക്കുക, കാല് പൊക്കുക. ചെയ്യാം. ഓക്കെ, അടുത്തത് ഇങ്ങനെ പിടിച്ചിട്ട് കാല് പൊക്കുക, അതിൻ്റെ നേരെ നീട്ടുക. കണ്ടോ, കൈ ഇങ്ങനെ. ഓക്കെ, അടുത്തത് 2 ഡമ്പലും എടുക്കുക. 2 ഡമ്പലും എടുത്തിട്ട് ദാ ഇങ്ങനെ താഴോട്ടൊന്ന് കുനിയുക, നിവരുക. കണ്ട ഈ കാൽമുട്ട് അപ്പുറം പോരുത്, ബട്ടക്സ് പുറകോട്ട് തള്ളിക്കൊണ്ട് കുനിയുക, നിവരുക. ഇത് നടുവിന് നല്ല ഗുണം ചെയ്യുന്നതാണ്. നന്നായിട്ട് ചെയ്യുക. ശ്വാസം എടുക്കുക, വിടുക. താഴോട്ട് പോകുമ്പോൾ ശ്വാസം വിടണം, നിവരുമ്പോൾ ശ്വാസം എടുക്കുക. തിരിച്ചായാലും കുഴപ്പമില്ല. ശ്വാസം എടുത്തുകൊണ്ട് കുനിയുക, വിട്ടുകൊണ്ട് നിവരുക. എങ്ങനെ വേണമെങ്കിലും ആകാം. എങ്ങനെ ആയാലും ശ്വാസം എടുക്കാൻ വിടുകയും ചെയ്യണം. ഓക്കെ, അടുത്ത 2 ഡമ്പലും കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. കണ്ട കഴിയാൻ മാത്രം ഇങ്ങനെ ഇരിക്കുക, താഴോട്ടിരിക്കുക, നിവരുക, താഴോട്ടിരിക്കുക, നിവരുക. 2 ഡമ്പലും ഒപ്പം പിടിക്കുക. കണ്ട ഇങ്ങനെ. കാലുകൾക്ക് ബലം കിട്ടാൻ ഏറ്റവും നല്ല എക്സസൈസാണ്. കിങ് ഓഫ് എക്സസൈസ് എന്നാണ് അറിയപ്പെടുന്നത്. നന്നായിട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ വെറുതെ പൊക്കുക, താഴ്ത്തുക. കണ്ട ഇങ്ങനെ ഡമ്പൽ ഇങ്ങനെ പൊക്കുക. ആ കൈയിൻ്റെ മസിൽ വേണ്ടിയിട്ടാണ്. കൈയിൻ്റെ ഈ മസിൽ ബൈസെപ്സ് മസിൽസ് എന്ന് പറയും, അതിന് വേണ്ടിയാണ് ചെയ്തുള്ള. ശ്വാസം എടുക്കുക, വിടുക.
ഓക്കെ. അടുത്തത് ഇങ്ങനെ ബെൻഡായിട്ട് നിന്നിട്ട് ഇതാ ഇങ്ങനെ കൈ എടുക്കുക. കണ്ടോ? ആ മുതുകിലെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല വ്യായാമമാണ്. അല്പം ബെൻഡാകുക, പതുക്കെ ചെയ്താൽ മതി. വളരെ സ്ലോ ചെയ്യാം. കണ്ടോ? ഇങ്ങനെ ചെയ്യാം. ഓക്കെ. അടുത്ത കാല് വൈഡായിട്ട് വയ്ക്കുക. ഇങ്ങനെ വൈഡായിട്ട് വെച്ചിട്ട് ഇതാ ഇങ്ങനെ താഴോട്ടിരിക്കുക, നിവരുക. കണ്ടോ? കാലിൻ്റെ സൈഡ് നോക്കുക. ഡമ്പൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ചെയ്യാം. അടുത്ത കാലം അങ്ങനെ തന്നെ വെച്ചിട്ട് രണ്ട് ഡമ്പലും ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ കണ്ടോ? മുന്നോട്ടൊന്ന് കുനിയുക, ആ ഡമ്പൽ താഴോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ ഓക്കെ. അത് കഴിഞ്ഞു. അടുത്തത് ഇങ്ങനെ ചെയ്യുക. മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഡമ്പൽ ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ ചെയ്യുക. ആ ബോഡി ബാലൻസ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുക. റെഡി? കാലുകളുടെ ബലത്തിന് ഏറ്റവും നല്ലതാണ്. ഓക്കെ. അടുത്ത് ഒരു ഡമ്പൽ എടുക്കുക. ഒരു ഡമ്പൽ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ 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 താത്തുക, പൊക്കുക, താത്തുക, പൊക്കുക. ആ കയ്യിൻ്റെ ബലത്തിന് വേണ്ടിയാണ്. കയ്യിൽ നല്ല ശക്തി കിട്ടുക, നല്ല പവർ കിട്ടുക. നമുക്ക് പ്രായമായി വരുന്തോറും ഉണ്ടാകാവുന്ന മസിൽ ലോസ്, സർക്കോപ്പീനിയ എന്ന് പറയും. അതായത് ഓരോ വർഷവും നമ്മുടെ മസിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. അത് വളരെ നല്ലതാണ്. ഓക്കെ. അടുത്തത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ കാലൂടെ നോക്കി കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ ഇങ്ങനെ തിരിയുക, ഒപ്പം കാലിങ്ങനെ ആ ഒരു താളത്തിൽ ചെയ്യുക.
ഓക്കെ. അടുത്തത് ഒരു ഡമ്പൽ മതി. ഈ ഡമ്പൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇത് കണ്ട ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക. അടുത്ത തവണ വരുമ്പോൾ ഇത് കാലിങ്ങനെ വെക്കുക. മനസ്സിലായല്ലോ? താഴോട്ട് പോവുക, ദെൻ ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഇത് തന്നെ മറുവശത്തും ചെയ്യാം. ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക, കൈ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ. അടുത്തത് ഇങ്ങനെ പൊക്കുക, ഒപ്പം ഒന്നിങ്ങനെ കുനിഞ്ഞു കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ കുനിയുക, ആകുന്ന പോലെ. ഒന്ന് കുനിയുക മുന്നോട്ട്. ഓക്കെ. അടുത്തത് കൈ ഇങ്ങനെ അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ ഇത് കണ്ടോ? കാല് വെറുതെ ഇങ്ങനെ പൊക്കുക. അപ്പോൾ ഡമ്പൽ ഇങ്ങനെ അങ്ങോട്ട് വെക്കണം, കാലിങ്ങോട്ട് വെക്കണം. ഈസി അല്ലേ? ചെയ്യാം. ഇതൊക്കെ ആ കാലുകളുടെ ബലത്തിനുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ മറുവശത്തും ചെയ്യുക. ഇങ്ങനെ കൈ വിടാനൊക്കെ സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ ഓക്കെ. അടുത്തത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഡമ്പൽ ഇങ്ങനെ പിടിക്കുക, കാല് വൈഡായിട്ട് വയ്ക്കുക. ഒരു വശത്തേക്ക് പോവുക, നേരെ വരിക. മറുവശത്തേക്ക് പോവുക, നേരെ വരിക. അങ്ങനെ രണ്ട് വശത്തേക്ക് ആകുന്ന പോലെ ചെയ്താൽ മതി. സെൻറ്ററിൽ വന്ന് നിന്ന ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവൂ.
ഓക്കെ. അടുത്തത് നമ്മൾ ജോഗ് ചെയ്യുന്ന പോലെ തന്നെ കയ്യിൽ ഡമ്പൽ വേണം. ആ ഡമ്പലോട് കൂടി ജോഗ് ചെയ്യുക. ഇങ്ങനെ കണ്ടോ, സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ആ കാലിൻ്റെ ചലനങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ കാലിനെ ബലപ്പെടുത്തുന്നതിനുള്ളതാണ്. നന്നായിട്ട് ചെയ്യും. ഓക്കെ. അടുത്തത് ഇതേപോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടോ, ഓപ്പോസിറ്റായിട്ട് കാലിങ്ങനെ ക്രോസ് ചെയ്യുക, കൈ ഇങ്ങനെ ചെയ്യുക. ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ. അടുത്തത് ഈ ഡമ്പൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ കാലിങ്ങനെ ക്രോസ് ചെയ്യാം. കണ്ടോ, ഡമ്പൽ നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കുക, കാല് ക്രോസ് ചെയ്യുക. അപ്പോൾ കാല് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോഴേ ആ കാലിന് ബലം കിട്ടുകയുള്ളൂ. കാലിന് ബലം കിട്ടണമെങ്കിൽ മറ്റേ കാല്, ആ പുറകിരിക്കുന്ന കാലൊന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ കാലിൻ്റെ മുട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും, കാലിലെ മസിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യും. നന്നായി ചെയ്യാം. ഓക്കെ. അടുത്തത് നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോവുക, നേരെ വരിക, ഇരിക്കുക. ഡമ്പൽ വശങ്ങളിലൂടെയാണ് താഴോട്ട് പോകുന്നത്. കണ്ടോ, വെറുതെ വരിക. ഡമ്പൽ വശങ്ങളിലൂടെ താഴോട്ട് പോകുന്നു. നമ്മൾ ആ ബട്ടക്സ് പുറകോട്ട് തള്ളിക്കൊണ്ട് വേണം ഇങ്ങനെ ഇരിക്കാനും നിവരാനും. ഇതൊക്കെ ആ കാലിൻ്റെ ബലത്തിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ. അടുത്തത് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് നിൽക്കുക. കൈ ഇങ്ങനെ ഫ്ലൈ ചെയ്യണം. കണ്ടോ, ആ മുതുകിലെ പേശികളെ ചലിപ്പിക്കുന്ന രീതിയിൽ കൈകളെ ഇങ്ങനെ കൊണ്ടുപോവുക, മുന്നിൽ കൊണ്ടുവന്ന് തുടരണം. എന്നിട്ടിങ്ങനെ ഈസി ചെയ്യാം. ഓക്കെ. അടുത്തത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക. ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കുക, താഴ്ത്തുക. അതിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് ഇവിടെ വെച്ച് കൊടുക്കുക. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് കൈ പൊക്കുക, താഴ്ത്തുക. അപ്പോൾ അത് ഹോൾ ബോഡി വർക്കൗട്ടാകും, ഫുൾ ബോഡി വർക്കൗട്ട്.
അടുത്തത് വീണ്ടും ഒറ്റ ഡമ്പലിൽ ചെയ്യണം. ആ ഡമ്പൽ മാറ്റി വയ്ക്കുക, ഒരു ഡമ്പൽ എടുക്കുക. ഇത് കണ്ട ഇങ്ങനെ ചെയ്യുക. ഈ നമ്മൾ മഴ കൊണ്ടൊക്കെ വെട്ടില്ലേ, അതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് നന്നായിട്ട് ഇങ്ങനെ താഴണം. ഇങ്ങനെ ചെയ്യുക. ഇതുപോലെ തന്നെ മറുവശത്തും ചെയ്യാം. മറുവശത്ത് അതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ കൊണ്ടുപോവുക, ഇപ്പുറത്തേക്ക് താഴ്ത്തുക. അടുത്തത് നമ്മൾ നേരത്തെ ഇതുപോലെ ജോഗ് ചെയ്യുക. ഇങ്ങനെ നിന്നെടുത്ത് തന്നെ. വയറുള്ളിലേക്ക് ചുരുക്കി പിടിക്കുക, ശ്വാസം എടുക്കുക, വിടുക. ഓക്കെ. അടുത്തത് ഡമ്പൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പൊക്കുക. ഷോൾഡറിനുള്ളതാണ്. ഷോൾഡറിലെ മസിൽസിൽ നല്ല പവർ കിട്ടാൻ ഏറ്റവും നല്ലതാണ്. ആ കൈമുട്ട് ഇങ്ങനെ പൊങ്ങണം. ഡമ്പൽ രണ്ടും എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ. അടുത്തത് ഇതാ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടുക, താഴോട്ട് പോകുമ്പോൾ ഇങ്ങനെ വേണ്ട. കാലുകൾക്ക് ബലം, ടോട്ടൽ ബോഡിക്ക് വർക്കൗട്ട്. ഇങ്ങനെ വയറുള്ളിലേക്ക് ചുരുക്കി പിടിക്കുക, ശ്വാസം എടുക്കുക, വിടുക. ഓക്കെ. വീണ്ടും ജോഗ് ചെയ്യുക. അങ്ങനെ ഡമ്പൽ കൈ വെച്ചിട്ടുള്ള ജോഗിങ്.
ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുക. ഈ ഡമ്പൽ ഇങ്ങനെ പിടിക്കുക. ഉണ്ടാ, ഡമ്പൽ പുറകോട്ട് വലിക്കുക, കാല് മുന്നോട്ട്, ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യുക. ഓക്കെ, ഡമ്പൽ മാറ്റി വയ്ക്കുക. നമുക്ക് ആ കൂളിംഗ് ഡൗൺ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. കൈ ഇങ്ങനെ ഉയർത്തുക, ഒരു സൈഡിലേക്ക് അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഞാൻ ചെയ്യുന്ന അത്രേ സമയം നിൽക്കുക, വലിഞ്ഞങ്ങനെ നിൽക്കണം. ആ സ്ട്രെച്ച് നന്നായിട്ട് ഫീൽ ആകട്ടെ. അപ്പോൾ അതൊക്കെ നേരെ ഒരു മറുവശത്തേക്ക് പോവുക. രണ്ട് വശങ്ങളിലെയും സ്ട്രെച്ച് മനസ്സിൽ കാണുക. നേരെ വരാം. ഓക്കെ, അടുത്തത് ആ വലത് കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുക. അതിനെ ഇടത് കൈക്കകത്താക്കുക. സ്ട്രെച്ച് ചെയ്യുക. ഈ തോളിന് കിട്ടുന്ന സ്ട്രെച്ച് നന്നായിട്ട് കാണുക. നല്ലോണം ചെയ്യുക. ഓക്കെ, കൈ മാറ്റുക ഇപ്പുറത്തേക്ക്. ഇവിടുത്തെ സ്ട്രെച്ച് മനസ്സിൽ കാണുക. ഓക്കെ, അടുത്തത് ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നന്നായിട്ട് സ്ക്വീസ് ചെയ്യാം. ഉണ്ടോ, പുറകോട്ട് നോക്കണം. നന്നായിട്ട് ഇങ്ങനെ നല്ലവണ്ണം ട്വിസ്റ്റ് ചെയ്ത് പിടിക്കുക. സ്പൈനൽ ട്വിസ്റ്റ്. മറിച്ച് മറുവശത്തേക്ക് അതുപോലെ തന്നെ. ഓക്കെ, അടുത്ത കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. തല പുറകോട്ട് വളച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക മാക്സിമം. നന്നായി സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഒരു കാല് മുന്നോട്ട് വയ്ക്കുക, സ്ട്രെച്ച് ചെയ്യുക അങ്ങനെ മാക്സിമം. കാണാമല്ലോ, ആ കാലിൻ്റെ തുടയുടെ പിന്നിലുള്ള മസിൽസിനെയൊക്കെ ലൂസാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, കാല് മാറ്റി വയ്ക്കുക. ശ്വാസം എടുക്കുക, വിടുക. ഓക്കെ, പതിയെ നേരെ വരാം. ഒരു കാലിങ്ങനെ പുറകോട്ട് വെച്ചിട്ട് ആ കൈ ഇവിടെ കൊടുത്തിട്ട് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. വലിഞ്ഞ് നിൽക്കുക നന്നായിട്ട്. അത് തന്നെ മറുവശത്തേക്ക്. ഓക്കെ, സോ വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇനിയും ചെയ്തിട്ടില്ലാത്തവർ നന്നായിട്ട് ചെയ്യുക. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമസ്തേ.